ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള മക്രോണി റെസിപ്പി ഉണ്ടാക്കില്ല. പക്ഷെ എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്നും എൻ്റെ ഇല്ല, ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. 2 സവാള എടുത്തു, 2 തക്കാളി എടുത്തു, പിന്നെ ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചിക്കൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ചിക്കനും അങ്ങനെ ഞാൻ ബീഫാണ് എടുത്തേക്കണേ. പെരുന്നാളിന് കഴിഞ്ഞ ബീഫ് കിട്ടിയതൊക്കെ നമ്മൾ തീർത്തോണ്ടിരിക്കുകയാണ്. അപ്പം പെട്ടെന്ന് കണ്ടപ്പോൾ ചിക്കൻ ഇല്ല, എന്നാൽ പോലും ഞാൻ ചിക്കൻ ഇല്ലെങ്കിൽ ഇപ്പം എന്താ ബീഫ് ചെയ്യാലോ. അപ്പം സെറ്റ് ചെയ്യാം. നമ്മൾ ബീഫ് എടുത്തിട്ടുണ്ട്, പിന്നെ പച്ചമുളക് എടുക്കണം. ഫസ്റ്റ് നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്, തിളക്കട്ടെ. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മക്രോണി ഇടാം. മക്രോണി നല്ല പേര്, പാസ്ത എന്താണെങ്കിലും ഇത് നമുക്ക് ഇടാം. അതിന് ശേഷം ഞാൻ യൂട്യൂബിൽ കണ്ടാണ് ഇതുണ്ടോ, ഇത് വെച്ചിട്ട് ഇതിൻ്റെ മണ്ടലിൽ നമുക്ക് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതെല്ലാം വെക്കണം. ഇത് വെച്ച് കഴിഞ്ഞിട്ട് കാച്ചിലാക്കാം. മക്രോണി ഇട്ടു, ഇനി നമുക്ക് ഇതിട്ട് വെക്കാം. ഇതിനകത്ത് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 10-20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് എടുക്കാം. ഹലോ ഗൈസ്, നമ്മൾ ഇതിനകത്ത് വേവിച്ചിട്ട് ഇതിനകത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് അരച്ചെടുക്കാം. ഗൈസ്, നമ്മളിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി സെറ്റപ്പിലോട്ട് ഇടക്കാം. ബാക്കി കുക്കിങ്ങിലോട്ട് ഇടക്കാം. ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. ഇനി പാൻ വെച്ചിട്ട് ബട്ടർ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നെയ്യ് ഇച്ചിരി ഒഴിച്ചോട്ടെ. അപ്പം നെയ്യിലോട്ട് ടേസ്റ്റ് ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും. ഗൈസ്, പാനിലോട്ട് നമ്മൾ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഗ്രേവി ആയിട്ടുണ്ട് ഗൈസ്. ഓ മൈ ഗോഡ്. പാസ്ത ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് ഇളക്കി സെറ്റാക്കാം. ഇനി സെറ്റാക്കി കഴിഞ്ഞ് ഞാൻ കാണിക്കാം. ചീസ് അങ്ങനെ ഇടാം. ഓക്കെ ഗൈസ്, ഇത് കാണാം. വാവ്, പൊളിയായിട്ടുണ്ട്. ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വെയിറ്റിങ്ങിലാണ്. ഗൈസ്, സെറ്റായിട്ടുണ്ട്. നമുക്കിത് കഴിച്ചു നോക്കാം. കാണാം. അങ്ങനെ ഞാൻ പാസ്തയൊക്കെ ഉണ്ടാക്കി സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.